ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഷോറൂമിലൊരു BS4 ഹിമാലയൻ വന്നു. കസ്റ്റമർ പറഞ്ഞ കംപ്ലൈൻറ്റ് ബാറ്ററിയിൽ ചാർജ് നിൽക്കുന്നില്ല, ബാറ്ററി ഡൗൺ ആയിപ്പോയി. പുതിയ ബാറ്ററിയാണ് കസ്റ്റമർ ഇട്ടത്. ഇതാണ് കസ്റ്റമറിൻ്റെ കംപ്ലൈൻറ്റ്. നമ്മൾ ചെക്ക് ചെയ്യുന്നത് RR യൂണിറ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. റെക്ടിഫയർ എന്ന് പറയും. നമ്മൾ സെക്കൻഡ് ചെക്ക് ചെയ്യുന്നത് വണ്ടിയുടെ ഇഗ്നിഷൻ കോയിലാണ് ചെക്ക് ചെയ്യുന്നത്. ഇഗ്നിഷൻ കോയിലിന് വല്ല ഡാമേജ് പറ്റിയിട്ടുണ്ടോ, വയറിങ് വല്ലതും കട്ടായിട്ടുണ്ടോ, ഷോർട്ട് ആയിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും. നമ്മൾ ചെക്ക് ചെയ്യുന്നത് മൾട്ടിമീറ്റർ എടുക്കുക. മൾട്ടിമീറ്റർ എടുത്ത ശേഷം 200 ohmസിൽ നമ്മൾ സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇഗ്നിഷൻ കോയിലിൻ്റെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലുമാണ് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. പ്രൈമറി കോയിലിൻ്റെ റെസിസ്റ്റൻസ് 1.8 ohms, 2.2 ohms ആണ് വേണ്ടത്. 1.8 ohmസിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ ഇഗ്നിഷൻ കോയിൽ കംപ്ലൈൻ്റ് ആണ്. 2.2 ohmസിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ഇഗ്നിഷൻ കോയിലിൻ്റെ കംപ്ലൈൻ്റ് ആണ്. നെക്സ്റ്റ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സെക്കൻഡറി കോയിലിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന് മൾട്ടിമീറ്ററിൽ നമ്മൾ 2K ohmസിൽ സെറ്റ് ചെയ്ത ശേഷം 12.0 ohms, 14.9 ohmസിൻ്റെ സെൻട്രൽ വേണം നിൽക്കാൻ. ഇതിൻ്റെ രണ്ടിലും താഴെയും മുകളിലും പോയി കഴിഞ്ഞാൽ ഇഗ്നിഷൻ കോയിലിന് കംപ്ലൈൻ്റ് ആണെന്നാണ് അർത്ഥം. ഇതാണ് നമ്മൾ വണ്ടിയിൽ ചാർജ് നിൽക്കാത്ത പ്രോബ്ലം ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്.